എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സുകാരുടെ SSLCക്കാരുടെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കപ്പം ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ സെക്ഷനിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും ഈ ഒരു ചാപ്റ്ററിൽ മോൾ കൺസെപ്റ്റാണ് ശരിക്കും പഠിക്കുന്നത്. അതായത് ചാപ്റ്ററിൻ്റെ അവസാനം എത്തുമ്പോൾ നമ്മൾ മോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിനെ ഡിസ്കസ് ചെയ്യും. ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മൾ ബൈക്കിൽ പോവാണ്, ഇത്ര കിലോമീറ്റർ ഒരാൾ ഇത്ര മിനിറ്റിൽ സഞ്ചരിച്ചു എന്ന് നമ്മൾ പറയും. നമ്മൾ ടെമ്പറേച്ചർ അളക്കുകയാണ്. ഇപ്പം 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98 ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ടെന്നൊക്കെ പറയും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണ്, ഇപ്പോൾ തന്നെ 1 മിനിറ്റും 6 സെക്കൻഡും ആയിട്ടുണ്ട്. അതിനും അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. ഇത്തരത്തിൽ ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ആറ്റത്തിൽ അതിലെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം, ഒരു യൂണിറ്റ് മാത്രമാണ് ഈ മോൾ. ഈ മോളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൺസെപ്റ്റ് ബേസ് ആയിട്ട് പുതിയ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കപ്പം ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്ന് നോക്കാം. ദി മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് കോൾഡ് 1 ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. ഇപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് എത്ര? 1 ഗ്രാം ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ്. അതിനാണ് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ്. മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് കോൾഡ് 1 ഗ്രാം അറ്റോമിക് മാസ്. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കും ഒരു കാര്യം മനസ്സിലാവും. ഒരു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എനി എലമെൻറ്റ് 1 gram atomic mass of any element contains 6.022 into 10⁻23 atoms. അതായത് ഒരു ഗ്രാം ആറ്റത്തിൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. അതൊരു ഹ്യൂജ് നമ്പറാണ്. ദിസ് ഈസ് കാൾഡ് 1 മോൾ. അതിന് പറയുന്ന പേരാണ്, ആ യൂണിറ്റിന് പറയുന്ന പേരാണ് 1 മോൾ ഓഫ് ആൻ ആറ്റം. ആൻഡ് ദിസ് നമ്പർ ഈസ് കാൾഡ് അവഗാഡ്രോ നമ്പർ. നമ്മൾ ഈ നമ്പർ പറഞ്ഞിട്ടില്ലേ, 6.022 into 10⁻23. ഏകദേശം 10 പവർ വരുമ്പോഴത്തേക്ക് ഏകദേശം 23 പൂജ്യം 10 കഴിഞ്ഞിട്ട് അതിനോട് 23 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ, 23 കൊണ്ടല്ല 23 പവറിലെടുത്ത് ഇൻഡ്യൂസ് ചെയ്താൽ ഒരു വലിയ സംഖ്യ ആയിരിക്കും കിട്ടാൻ പോണത്. അത്രയും ആറ്റംസ് ഒരു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടെ വായിക്കാം. 1 gram അറ്റോമിക് മാസ് ഓഫ് എനി എലമെൻറ്റ് കണ്ടെയ്ൻസ് 6.022 into 10⁻23 ആറ്റംസ്. ദിസ് ഈസ് കാൾഡ് 1 മോൾ. അതിൻ്റെ യൂണിറ്റാണ് 1 മോൾ ഓഫ് ആൻ ആറ്റം. ആൻഡ് ദിസ് നമ്പർ ഈസ് കാൾഡ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ അവഗാഡ്രോ നമ്പർ എന്താണെന്ന് ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെഴുതി കൊടുക്കും? 6.022 into 10⁻23. ആ നമ്പറിന് പറയുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ എന്നത് സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ്. കുറച്ച് മുമ്പ് അവഗാഡ്രോ ലോയൊക്കെ പഠിച്ചല്ലേ. അടുത്തതായിട്ട് ഒരു എക്സാമ്പിൾ പോലെ പറയാം. 1 മോൾ ഹൈഡ്രജൻ കണ്ടെയ്ൻസ് 6.22 into 6.022 into 10⁻23 atoms. 1 മോൾ ഓഫ് കാർബൺ കണ്ടെയ്ൻസ് 6.022 into 10⁻23 atoms. ഒരു മോൾ എവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാം അറ്റോമിക് മാസ് എവിടെ ഉണ്ടോ അവിടെ 1 മോൾ പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യും. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ നമ്മളൊരു ടേബിളിൽ പറയുന്നുണ്ട്. കുറച്ച് എലമെൻസും അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസും. ഹൈഡ്രജന് 1 ഗ്രാമാണ് നമ്മൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ റിലേറ്റീവായിട്ട് നമ്മൾ കാണുന്നത്. ഹീലിയത്തിന് 4 ഗ്രാം ആയിട്ടാണ് കാണുന്നത്. കാർബണിന് 12 ഗ്രാം, നൈട്രജന് 14 ഗ്രാം, ഓക്സിജന് 16 ഗ്രാം, സോഡിയത്തിന് 23 ഗ്രാം. ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതിന് നമ്മൾ പറയുന്ന പേര് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നാണ്. റിലേറ്റീവ് എന്നാൽ ഒന്നുമായിട്ട് കമ്പയർ ചെയ്ത് പറയുവാണ്. അതായത് ശരിക്കും ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 into 10⁻24 ഗ്രാം എന്നതാണ്. അതിനെ നമ്മൾ 1 ഗ്രാം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ ഹീലിയം എന്ന് പറയുന്നത് 4, കാർബൺ 12, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണമുണ്ട്. നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നൊരു കാറ്റഗറിയിൽ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ശരിക്കും ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
പണ്ട് കാലത്ത് ഈ ഹൈഡ്രജൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ കുഞ്ഞ് ആൾക്കാരായിരുന്നു. അതിൻ്റെ മാസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്മാൾ ആയിട്ടുള്ള യൂണിറ്റുകൾ എടുക്കേണ്ടി വന്നു. വളരെ ഫ്രാക്ഷൻ ആയിട്ട് ഉണ്ടാവും. 1.67 × 10⁻24 ഗ്രാമാണ് ഹൈഡ്രജൻ്റെ വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ വെച്ചിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ് ഈ അറ്റോമിക് മാസ് യൂണിറ്റ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് കാർബണിന് ഐസോട്ടോപ്പുകൾ ഉണ്ടല്ലോ. ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും വരുന്ന സ്പീഷീസുകൾക്ക് പറയുന്ന പേരാണ് ഐസോട്ടോപ്പുകൾ. അപ്പം കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ നോക്കിയപ്പോൾ C12 കാർബൺ 12 ഐസോട്ടോപ്പ് ആറ്റം കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് അതിന് 12 ഗ്രാം ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് കാർബൺ 12ൻ്റെ 1/12 കാർബൺ 12ൻ്റെ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനം നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്തു. അതാണ് നമ്മളിവിടെ ഹൈഡ്രജൻ 1 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ മൾട്ടിപ്പിളായിട്ട് ഹീലിയത്തിന് 4, കാർബണിന് 12, നൈട്രജന് 14, ഓക്സിജന് 16, സോഡിയത്തിന് 23 ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു കാര്യം അറിഞ്ഞാൽ പല പ്രോബ്ലംസിൽ ഇതൊരു ജനറൽ നോളജാണ്, മറന്നു പോകരുത്. ജീവിതത്തിലുടനീളം എന്ന് സയൻസ് പഠിക്കുന്നു അന്നെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു 1 മോളെന്ന് വെച്ചാൽ അതൊരു യൂണിറ്റ് ആണ്. 1 മോൾ ഓഫ് ഹൈഡ്രജൻ കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. 1 മോൾ ഓഫ് കാർബൺ കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് മറക്കരുത്. ഇതിന് ഡെനോട്ട് ചെയ്യാൻ അവഗാഡ്രോ നമ്പറിന് ഡെനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NA എന്ന് എഴുതാറുണ്ട്. N വലുതായിട്ട് എഴുതും, A ചെറുതായിട്ട് എഴുതും. NA രണ്ടും ക്യാപിറ്റലൊക്കെ തന്നെ. അടുത്ത ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോണത്, ഗ്രാം മോളിക്കുലാർ മാസ്. ആറ്റം തന്നാൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും, 1 മോളായിട്ടൊക്കെ ഇരിക്കുന്ന സാധനത്തിന്. ഇനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ തന്നിട്ട് അതിൻ്റെത് പറയുന്നതിനാണ് ഗ്രാം മോളിക്കുലാർ മാസ്. നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് സെയിം തന്നെയാണ് ഇവിടെയും. ഗ്രാം മോളിക്കുലാർ മാസ് എന്താണെന്ന് ചോദിച്ചാൽ മാസ് ഇൻ ഗ്രാം ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇസ് കാൾഡ് ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട് CO2. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ പ്രകാരം നമ്മളിവിടെ CO2 കാർബൺ എന്ന് പറയുമ്പോൾ 12 ഗ്രാം, ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 ഗ്രാം. CO2 എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ 12 പ്ലസ് 16 × 2 32, 2 4 3 4 44 ആണ് അവിടെ വരുന്നത്, 44 ഗ്രാം. അപ്പം 1 മോളെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ് 1 ആണ്. അതാണ് ശരിക്കും 1 മോളെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ 2 ആവുകയാണെങ്കിൽ 2 മോൾ അങ്ങനെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഗ്രാം മോളിക്കുലാർ മാസിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് കൂട്ടിയപ്പോൾ നമുക്ക് 44 ഗ്രാം കിട്ടി. മനസ്സിലായല്ലോ. അടുത്ത ഓക്സിജൻ്റെ മാസ്. ഇത് മോളിക്കുലാർ മാസ് അല്ല, ശരിക്കും ഇത് ഗ്രാം അറ്റോമിക് മാസാണ് ഇതിൻ്റെ കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ഇത് ഒരു എലമെൻ്റ് ആണ്, ഇതിവിടെ ഒരു കോമ്പൗണ്ടാണ് തന്നത്, ഒരു മോളിക്യൂളാണ്, ഇതൊരു ആറ്റമാണ്. അപ്പം അതിൻ്റെ GMM 32 ഗ്രാം തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാനുള്ളത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ്. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 64 ഗ്രാം ഓക്സിജൻ കണ്ടെയ്ൻസ് ഹൗ മെനി മോളിക്യൂൾസ് എന്ന ഒരു ക്വസ്റ്റ്യൻ കാണുക. അപ്പോൾ നമുക്ക് ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് ആർ പ്രസൻറ്റ്, ഹൗ മെനി GMM ആർ പ്രസൻറ്റ്, 2 ക്വസ്റ്റ്യനാണിത്. 64 ഗ്രാം ഓക്സിജൻ കണ്ടെയ്ൻസ് ഹൗ മെനി മോളിക്യൂൾസ്, ഹൗ മെനി GMM ആർ പ്രസൻറ്റ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് GMM ആണ്. GMM എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 64 ഗ്രാം ഓക്സിജൻ, O2ൻ്റെ മാസാണ് ശരിക്കും ഒരു GMM എന്ന് പറയുന്നത്. അപ്പോൾ 64 ഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ 32 കൊണ്ട് ഡിവൈഡ് ചെയ്തു. O2 എന്ന് പറയുമ്പോൾ 16 + 16 അല്ലേ, 32 അല്ലേ. അപ്പം അതിൻ്റെ ഗ്രാം മോളിക്കുലാർ അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് തന്നിട്ടുള്ള ടോട്ടൽ ഗിവൺ മാസിനെ അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അറ്റോമിക് മാസ് അല്ല, അതിൻ്റെ ടോട്ടൽ ഗ്രാം അറ്റോമിക് മാസ്. അപ്പം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് 32 ആണ്. ഇത് 64/32 2 GMM കിട്ടി. അതാണ് അതിൻ്റെ ആൻസർ. ആണ്ട് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്, ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ല ഒന്നുകൂടെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് 2 ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ട്, 2 GMM ഉണ്ടെന്ന് മനസ്സിലായി. 2 GMM, ആ 2 GMM കണ്ടെയ്ൻസ് 2 × 6 അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടെയ്ൻസ് ഹൗ മെനി മോളിക്യൂൾസ് എന്ന, കണ്ടെയ്ൻസ് 2 × 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. നമുക്ക് മനസ്സിലായി. ഇത് വേറൊരു രീതിയിൽ മോളിൽ പറയാനാണെങ്കിൽ നമുക്ക് പറയാം, ഇത് ഓക്സിജൻ എന്ന് പറയുന്നത് 1 മോളാണ് അല്ലേ, 2 ആറ്റം ഉണ്ട്. 1 മോളെന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പറാണ് അല്ലേ. അങ്ങനെയുള്ള 2 ആറ്റം ഉണ്ട് അല്ലേ, 2 മോളിക്യൂളുണ്ട്
ഇത് രണ്ടെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്ര നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യുക. ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ചേർന്നിരിക്കുന്നതെന്നല്ലേ. അതായത് ഒരു മോളുണ്ട്, ഒരു മോളെന്ന് പറയുമ്പോൾ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ട്, അങ്ങനെയുള്ള രണ്ടെണ്ണം ഉണ്ട്. അതായത് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ട്, മോളല്ല മോളിക്യൂൾസ്. ഓക്കെ, അങ്ങനെ അത് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, ഹൗ ടു ഫൈൻഡ് മോൾ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 gram അറ്റോമിക് മാസ് ഓഫ് എനി എലമെൻറ്റ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് എന്നൊരു കാര്യമാണ്. മോൾ കണ്ടുപിടിക്കുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗിവൺ വെയിറ്റ് എന്നൊരു കാര്യം തരും, അതിനെ നമ്മൾ മോളിക്കുലാർ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ആൻസർ കിട്ടും എത്ര മോൾസ് ഉണ്ട് എന്നത്. മോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി പറഞ്ഞു കൊടുത്ത സ്റ്റോഷിയോമെട്രി ആണ് സംഭവം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടു ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 54 gram വാട്ടർ. അപ്പോൾ 54 വാട്ടറിൽ എത്ര മോൾസ് ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഗിവൺ വെയിറ്റ് എന്ന് പറയുന്നത് 54 gram ആണ്. മോളിക്കുലാർ വെയിറ്റ് ഓഫ് വാട്ടർ അറിയില്ലേ, ഹൈഡ്രജൻ്റെ 2, ഓക്സിജൻ്റെ 16, 16 + 2 18 gram. അപ്പോൾ നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 54 gram ബൈ 18 gram = 3 മോൾ. അതായത് 3 H2O, അതിൻ്റെ മാസ് കണ്ടുപിടിച്ചാൽ 54 കിട്ടുമെന്നർത്ഥം, 54 gram. ഇതെല്ലാം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി കിടക്കുന്ന കാര്യമാണ്. കുറച്ച് ബേസിക് മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് മോളും മോൾ കൺസെപ്റ്റും നമ്പർ ഓഫ് മോളിക്യൂൾസും ഒക്കെ കണ്ടുപിടിക്കുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വെറുതെ കൊണ്ടുപോയി കോംപ്ലിക്കേഷൻസ് ആക്കിയിട്ട് ആൻസർ ഒന്നും കൊണ്ട് തെറ്റിക്കരുത്. വളരെ സിമ്പിളായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മൾ സോൾവ് ചെയ്ത് തരാം. മോൾ എന്നതിനൊരു ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഈസ് എ യൂണിറ്റ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോൾ എന്നത് ഒരു യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻³ പാർട്ടിക്കിൾസ്. ഇതൊരു യൂണിറ്റ് ആണ്. ഇതെന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഉപയോഗിച്ച് കൊണ്ടിട്ട് ഇത് ഡിനോട്ട് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിൽ എത്ര നമ്മുടെ ബേസിക് യൂണിറ്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഇൻ വിച്ച് കണ്ടെയ്ൻസ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. ഒന്നുകൂടെ വായിക്കാം. ഇറ്റ് ഈസ് ദി യൂണിറ്റ് യൂസ്ഡ് ടു ഡിനോട്ട് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. മോൾ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്കടുത്ത ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആൻഡ് മോൾസ്. മോൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പം എല്ലാവർക്കും കുറച്ച് ഐഡിയ ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം. അറ്റ് STP എന്നാൽ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും പ്രഷറിലും 1 atm പ്രഷർ, ടെമ്പറേച്ചർ 0°C അല്ലെങ്കിൽ 273 Kelvin. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് മോൾസ്. At standard temperature and pressure, 1 mole of any gas occupies a volume of 22.4 liter. This is called molar volume at STP. അതായത് നമ്മൾ കുറച്ച് മുമ്പ് ഇത്രയും നേരം ഇവിടെ പറഞ്ഞു വെച്ച മോളിൻ്റെ കാര്യമല്ലേ. ഒരു മോള് അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 വരണം. ഒരു മോൾ എന്ന് വെച്ചാൽ അവിടെ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നല്ലേ. അപ്പം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് ഹോൾഡ് ചെയ്യുക 22.4 ലിറ്റർ ആയിരിക്കും. ഒരു മോളെന്ന് വെച്ചാൽ അതിന് ഈക്വലായിട്ട് നമുക്ക് 22.4 ലിറ്റർ എടുക്കുക. ദിസ് ഈസ് കാൾഡ് മോളാർ വോളിയം ഓഫ് STP. ഒരു ക്വസ്റ്റ്യൻ പറയാം. 44.8 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് STP കണ്ടെയ്ൻസ് ഹൗ മെനി മോൾസ്. നമുക്കറിയാം ഈ സംഭവത്തിൻ്റെ ഇരട്ടിയാണ് ഇവിടെ തന്നേക്കുന്നത്. 44.8 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് STP കണ്ടെയ്ൻസ് ഹൗ മെനി മോൾസ്. അതൊരു സിമ്പിളായിട്ട് തന്നെ പറയാം, 2 മോൾസ് ഉണ്ടായിരിക്കും. 22.4ൻ്റെ ഇരട്ടിയല്ല ഇത്, അപ്പോൾ 2 മോൾസ്. 22.4 എന്ന് എവിടെ കണ്ടാലും അത് 1 മോളാണ്. അപ്പം ഇതെന്ന് പറയുന്നത് 2 മോൾ ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ 44.8 ഗിവൺ വോളിയം തന്നിട്ട് അതിനെ നമുക്ക് ബേസിക് ആയിട്ടുള്ള 22.4 അല്ലെ 1 മോളിൻ്റെ വാല്യൂ ആയിട്ടുള്ള STPയിൽ വരുന്ന വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 മോൾ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നന്നായി പഠിക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. തുടർന്നും എന്താ പറയുന്നത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.